ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 46. അമേ നാരായണ. 675 നാമം ഭ്രാമി. ബ്രഹ്മാണി എന്നറിയപ്പെടുന്ന ദേവിയുടെ മറ്റൊരു നാമമാണ് ഭ്രാമി. ബ്രഹ്മാണി ദേവി സരസ്വതിയുടെ മറ്റൊരു നാമമാകുന്നു. ബ്രഹ്മം എന്നതിൻ്റെ സ്ത്രീലിംഗമായും ഭ്രാമി എന്ന പദം ഉപയോഗിക്കാം. വാക്കിൻ്റെ അധിദേവത എന്നർത്ഥത്തിലാണ് ഭ്രാമി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദേവിക്ക് 4 തലകളും 4 കൈകളുമുണ്ട്. ഈ 4 കൈകളിലായി ജപമാല, ശൂലം, വേദങ്ങൾ, താമരവള്ളി, കമണ്ഡലു എന്നിവ പിടിച്ചവളാണ് ബ്രഹ്മാണി അല്ലെങ്കിൽ ഭ്രാമി ദേവി. ബ്രഹ്മാണി അഷ്ടമാതൃക്കളിൽ ഒരുവളാണ്. ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ട, നരസിംഹി എന്നിവരാണ് അഷ്ടമാതൃക്കൾ. 676 നാമം ബ്രഹ്മാനന്ദ. യഥാർത്ഥമായ ജ്ഞാനത്തിൽ മുഴുകി സച്ചിദാനന്ദം നുകരുന്ന ദേവി ലളിതാംബിക. ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയവൾ. ബ്രഹ്മാനന്ദം ഭക്തന് നൽകുന്നവൾ എന്നർത്ഥത്തിൽ ദേവിയെ ബ്രഹ്മാനന്ദ എന്ന് വിളിക്കുന്നു. 677 നാമം ബലിപ്രിയ. ബലി എന്ന പദത്തിന് പല അർത്ഥങ്ങൾ നൽകാം. ഒന്ന്, ദേവന്മാർക്കും ദേവതമാർക്കും നൽകുന്ന അർപ്പണം എന്നർത്ഥത്തിൽ ബലി എന്ന് വിളിക്കാം. സ്വയം ദേവിക്ക് അർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത്. ഇതുകൂടാതെ ബലി എന്ന വാക്കിന് മനസ്സിനെയും ശരീരത്തിനെയും ജയിച്ചവൻ, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കരുത്തുള്ളവൻ എന്നൊരു അർത്ഥം കൂടി നൽകാം. ഇപ്രകാരം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആഗ്രഹങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് ദേവീ ഭജനം നടത്തുന്നവരിൽ ദേവി പ്രീതിപ്പെടുന്നു. ജീവജാലങ്ങൾക്ക് അന്നം നൽകുന്നതിനെയും ബലിയായി പറയാറുണ്ട്. സ്ഥിരമായി ജീവജാലങ്ങളെ ഊട്ടുന്നവർ ദേവിക്ക് പ്രിയപ്പെട്ടവരാണ്. നാമം 678 ഭാഷാരൂപ. ദേവിയെ ശബ്ദബ്രഹ്മം എന്ന് വിളിക്കും. ജ്ഞാനത്തിനും ആശയവിനിമയത്തിനും അടിത്തറയായ ദേവി ലളിതാംബിക. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കുമെല്ലാം ദേവി പ്രിയപ്പെട്ടവളാവുന്നത് അതുകൊണ്ടാണ്. ദേവിയെ വാഗ്ദേവതയായി പറയുന്നു. വാഗ്ദേവതയായ സാക്ഷാൽ സരസ്വതി തന്നെയാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരി എന്ന് പറയുന്നു. ഇനി ഒരു വാക്ക് എന്നാൽ ശക്തിയും ആ വാക്കിൻ്റെ അർത്ഥം ശിവനുമാകുന്നു എന്നാണ് ഭാഷയിലെ ഒരു സങ്കല്പം. ദേവി സംസ്കൃത ഭാഷയിലെ അക്ഷരമാല തന്നെയാകുന്നു എന്ന് പറയുന്നൊരു നാമം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവിയുടെ ദാസനാകുമ്പോഴാണ് കാളിദാസൻ എന്ന കവി ജനിക്കുന്നത് തന്നെ. വാഗ്ദേവത എന്നൊരു വേദദേവത തന്നെ നിലനിന്നിരുന്നു. പിന്നീട് വാഗ്ദേവതയാണ് സരസ്വതി എന്ന സങ്കല്പത്തിലേക്ക് വഴിമാറുന്നത്. സരസ്വതി ആകട്ടെ ജ്ഞാനം, പഠനം, അറിവ്, കല, വാക്ക്, കവിത, സംഗീതം, ഭാഷ, സംസ്കാരം ഇവയുടെ എല്ലാം അധിപതിയായി അറിയപ്പെടുന്നു. 679 നാമം ബൃഹത് സേന. ബൃഹത്തായ വലിയ ഒരു സേനയുടെ നായികയായ ദേവി ലളിതാംബിക. ഭണ്ഡാസുര നിഗ്രഹത്തിനായി ശക്തിസേന ചമച്ച ദേവി ലളിതാംബിക. ആ ശക്തിസേനയിൽ അശ്വാരൂഢ, മാനിനി, ദണ്ഡിനി, സമക്കരി എന്നീ ദേവിമാർ ദേവിയുടെ ശക്തിസേനയുടെ ഭാഗമായിരുന്നു. 680 നാമം ഭാവ അഭാവ വിവർജിത. ഭാവം എന്നാൽ ഇവിടെ ഉള്ളത്, അഭാവം എന്നാൽ ഇവിടെ ഇല്ലാത്തത്, ഒരിക്കലുണ്ടായിരുന്നിട്ട് പിന്നീട് ഇല്ലാതെയാകുന്നത്. അതായത് ഭാവം ഇവിടെ നിലനിൽക്കുന്ന ബ്രഹ്മവും ഇവിടെ ഇല്ലാത്ത മായയും ഒരാൾ തന്നെ എന്ന അർത്ഥം. ദേവി നിത്യയാണ്. ദേവി ഉണ്ടാകുന്നുമില്ല, ഇല്ലാതെയാകുന്നുമില്ല. സ്ഥിരമായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദേവി ചൈതന്യം എന്ന അർത്ഥം. 681 നാമം സുഖാരാധ്യ.
ദേവി മാതൃവാത്സല്യത്തോടെയാണ് തൻ്റെ ഭക്തരെ കാണുന്നത്. അതിനാലാണ് ദേവിയെ ശ്രീമാത എന്ന് വിളിക്കുന്നത്. അപ്രകാരം അമ്മയുടെ ഭാവത്തോടെ നിൽക്കുന്ന ദേവിക്ക് തൻ്റെ കുഞ്ഞുങ്ങളായ ഭക്തർ വേദനിക്കുന്നത് കണ്ടു നിൽക്കാനാവുകയില്ല. തൻ്റെ ഭക്തർ ഭക്തിയുടെ പേരിൽ വിശന്നിരിക്കുന്നതോ കനലിലൂടെ നടക്കുന്നതോ സ്വയം മുറിവേൽപ്പിക്കുന്നതോ ഒന്നും ദേവിക്ക് സഹിക്കാനാവുന്നതല്ല. ഇതൊക്കെ ദേവിയെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും എളുപ്പം നിസ്വാർത്ഥമായ ഭക്തിയുടെ പാതയിലൂടെ എത്തിച്ചേരാവുന്ന ഒരു സന്നിധിയാണ് ദേവിയുടേത് എന്ന അർത്ഥത്തിലാണ് ദേവിയെ സുഖാരാധ്യ എന്ന് വിളിക്കുന്നത്. 682 നാമം ശുഭകരി. എല്ലായ്പ്പോഴും മംഗളം ഭവിക്കാനായി അനുഗ്രഹം ചൊരിയുന്നവൾ. ഭക്തനെ പരീക്ഷിക്കുക എന്നൊരു സങ്കല്പം ഒരു ഈശ്വരനും ഇല്ല. നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഈശ്വരൻ പരീക്ഷിക്കുന്നതായി അതിനെ കാണാതിരിക്കുക. അത് വിധിയുടെ ഒരു കർമ്മഫലത്തിൻ്റെയൊക്കെ ഭാഗമായി വരുന്നതാണ് എന്ന് തിരിച്ചറിയുക. ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കുന്ന വിധം ഒരു സൈക്കോ അല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. എല്ലായ്പ്പോഴും ഭക്തന് ശുഭകരമായത് നൽകുന്ന ശ്രീമാതയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി. ഇഷ്ടത്തോടെ ഏറ്റവും പ്രിയമോടെ ദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തന് എല്ലാ മംഗളവും നൽകുന്ന ദേവി ലളിതാംബിക. ശിവനെ മംഗളദായകനായി പറയുമ്പോൾ ശക്തിയെ മംഗളദായകയായി പറയുന്നു. 683 നാമം ശോഭന സുലഭാഗതി. ശുഭകരി എന്ന നാമത്തിൻ്റെ ഒരു തുടർച്ചയാണത്. ശോഭനമായ സുലഭമായ ഗതി. ഗതി എന്നാൽ മോക്ഷം, ഭാഗ്യം എന്നൊക്കെ പറയാം. ഏറ്റവും ശോഭനവും സുലഭവുമായി മംഗളങ്ങൾ വാരിക്കോരി നൽകുന്ന ദേവി ലളിതാംബിക. 684 നാമം രാജരാജേശ്വരി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ഈശ്വരിയായ ദേവി ലളിതാംബിക. ഈശ്വരന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായവരുടെ പോലും ഈശ്വരിയായവൾ. അങ്ങനെയുള്ള ദേവിയെ രാജരാജേശ്വരി എന്ന് വിളിക്കുന്നു. ശിവൻ രാജരാജേശ്വരനായി അറിയപ്പെടുമ്പോൾ ശക്തി രാജരാജേശ്വരിയായി അറിയപ്പെടുന്നു. ഇനി അങ്ങോട്ടുള്ള നാമങ്ങൾ ദേവിയെ ഒരു രാജ്ഞി ഭാവത്തിൽ, ഒരു രാജ്യത്തിൻ്റെ അധിപതി എന്ന ഭാവത്തിൽ വർണ്ണിക്കുന്നതാണ്. 685 നാമം രാജ്യദായിനി. രാജ്യം എന്നുള്ളത് കൊണ്ട് സ്വർഗരാജ്യം എന്നൊരു അർത്ഥമാണ് വരുന്നത്. നമ്മുടെ കർമ്മഫലമനുസരിച്ച് നമ്മളെ വൈകുണ്ഠത്തിലേക്കാണോ കൈലാസത്തിലേക്കാണോ എങ്ങോട്ടാണ് അയക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്ന, നമ്മുടെ രാജ്യമേതെന്ന് നിശ്ചയിക്കുന്ന ദേവി ലളിതാംബിക. 686 നാമം രാജ്യവല്ലഭ. ഈ പ്രപഞ്ചം തന്നെ ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അധിപതിയായി നിന്നുകൊണ്ട്, രാജ്ഞിയായി നിന്നുകൊണ്ട് അതിനെ രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ദേവി ലളിതാംബിക. വല്ലഭ എന്ന പദത്തിന് രക്ഷക, രാജ്ഞി എന്നൊക്കെ അർത്ഥമുണ്ട്. ശ്രീചക്രമാകുന്ന രാജ്യത്തിൻ്റെ അധിപതി എന്ന അർത്ഥത്തിലും ദേവിയെ രാജ്യവല്ലഭ എന്ന് വിളിക്കാം. 687 രാജത് കൃപ. കരുണാർദ്രചിത്തയായ ദേവി ലളിതാംബിക. ധാരാളമായി കൃപ ചൊരിയുന്ന രാജത് കൃപ. 688 നാമം രാജപീഠ നിവേശിത നിജാശ്രിത. തന്നെ ആശ്രയിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബിക. ദേവി സിംഹാസനം വച്ച് നീട്ടുമ്പോൾ നമുക്ക് ദേവിയുടെ സാന്നിധ്യമാണോ വേണ്ടത്, അതോ ദേവി നൽകുന്ന മംഗളങ്ങളാണോ വേണ്ടത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നിസ്വാർത്ഥമായ ഭക്തി കാഴ്ചവെക്കുന്ന ഭക്തന് സർവമംഗളങ്ങളും നൽകുന്നവളാണ് ദേവി ലളിതാംബിക. ദേവി നൽകുന്ന കാര്യങ്ങളാണോ നമുക്ക് വേണ്ടത്,
ദേവിയെ തന്നെയാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഭക്തനാകുന്നു. കുരുക്ഷേത്ര യുദ്ധസമയത്ത് കൗരവരും പാണ്ഡവരും ഭഗവാൻ കൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിച്ചെത്തുന്നുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഭഗവാൻ കൃഷ്ണൻ ഒരു ഓഫർ വയ്ക്കുകയാണ്. ഒരു വശത്ത് ഞാൻ ഒറ്റയ്ക്ക്, മറുവശത്ത് എൻ്റെ സേന മുഴുവൻ. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ദുര്യോധനൻ ഭഗവാന്റെ സേനയെ തിരഞ്ഞെടുത്തു. അർജുനനാകട്ടെ തൻ്റെ ഉറ്റ സുഹൃത്തിനെ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്, അദ്ദേഹത്തെയാണ് എനിക്ക് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്നോടൊപ്പം വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാൻ കൃഷ്ണനെ തൻ്റെ സാരഥിയായി തൻ്റെ ഒപ്പം കൂട്ടി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈശ്വരനെ തന്നെയാണോ, ഈശ്വരൻ നൽകുന്ന സൗഭാഗ്യങ്ങളെയാണോ നമുക്ക് വേണ്ടത്? 689 നാമം രാജ്യലക്ഷ്മി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു രാജ്യമായി കണ്ടാൽ ആ പ്രപഞ്ചത്തിന് മുഴുവൻ ഐശ്വര്യദായകയായ ദേവി ലളിതാംബിക. ദേവി വാണരുളുന്ന ഈ പ്രപഞ്ചത്തിന്, ദേവിയുടെ രാജ്യത്തിന് അതിരുകളില്ല. അതിരുകളില്ലാത്ത ഈ ലോകത്തിൻ്റെ അധീശ്വരിയായ ദേവി ലളിതാംബിക എന്ന രാജ്യലക്ഷ്മി. 690 നാമം കോശനാഥ. കോശം എന്നാൽ ഖജനാവ്. ഈ പ്രപഞ്ചമാകുന്ന ഒരു ട്രഷറിയുടെ ട്രഷററായ ദേവി ലളിതാംബിക. അതല്ലെങ്കിൽ നമ്മുടെ സെല്ലുകളെ, ശരീരത്തിലെ കോശങ്ങൾ എന്ന് പറയും. ആ കോശങ്ങൾക്കെല്ലാം അധീശ്വരിയായ, ആ കോശങ്ങളെപ്പോലും സംരക്ഷിക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലും ദേവിയെ കോശനാഥ എന്ന് വിളിക്കാം.